ഇടുക്കി കട്ടപ്പന വള്ളക്കടവ് സെന്റ് ആന്റണീസ് LP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വൈദ്യുതിയില്ല. 4ാമത്തെ തവണയാണ് വോട്ടർമാർ കറണ്ട് പോയതോടെ ബുദ്ധിമുട്ടിലായത്. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, അവിടെ പ്രശ്നം പരിഹരിച്ചോ? ഇപ്പോഴും വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണോ? വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതി ഇപ്പോഴുമുണ്ടോ? സുനിൽ, ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ ഇടുക്കി മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 204 ഈ നിമിഷം കറണ്ട് വന്നിട്ടുണ്ട് സുനിൽ. ഇപ്പോഴാണ് കറണ്ട് വരുന്നു പോകുന്നു, അതാണ് നിലവിലെ സാഹചര്യം. നമുക്ക് ഇപ്പോൾ ലൈറ്റ് തെളിച്ച് വെച്ചിരിക്കുകയാണ്, നമ്മുടെ ക്യാമറ ലൈറ്റ് തെളിച്ച് വെച്ചിരിക്കുകയാണ്. ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയാൽ അതിനകത്തെ ദൃശ്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തുടർച്ചയായ 4ാം തവണയാണ് ഈ 204ാം ബൂത്ത്, അതായത് വള്ളക്കടവ് എന്ന് പേരിട്ട് വള്ളക്കടവിലെ 204ാമത്തെ ബൂത്തിൽ കറണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം വീടി വെട്ടിയിരുന്നു. അതിനുശേഷം 4 തവണ തുടർച്ചയായി കറണ്ട് പോയി. അല്പസമയം മുമ്പ് KSEB ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന ശേഷം ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പോഴും ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾ ഫോണിൽ ടോർച്ച് അടിച്ച ശേഷമാണ് വോട്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൂടാതെ അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഫോണിൽ ടോർച്ച് തെളിച്ച ശേഷമാണ് ഈ വോട്ടർമാർക്ക് വേണ്ട സഹായം ചെയ്തു നൽകുന്നത്. ഈ പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ആളുകൾ. ഇന്ന് രാവിലെ പോളിംഗ് ഓഫീസർമാരെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇത് വള്ളക്കടവ് സെന്റ് ആന്റണീസ് UP സ്കൂളാണ്. 203 മുതൽ 207 വരെയുള്ള 4 ബൂത്തുകളാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ മോക്ക് പോൾ നടക്കുന്ന സമയം മുതൽ മതിയായ വെട്ടമില്ല എന്നുള്ള കാര്യം ഇവർ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. 1-2 പ്രാവശ്യം KSEB ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. ഉച്ച കഴിഞ്ഞ് മഴ പെയ്തു. അതോടുകൂടി ഷോർട്ട് സർക്യൂട്ടായി മുഴുവൻ വൈദ്യുതി. കുറച്ചു മുന്നേ അവർ വന്ന് റെഡിയാക്കി പോയതല്ലേ? 2 പ്രാവശ്യം വന്ന് ശരിയാക്കി വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയി. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ട് ഇവിടെ കറണ്ടില്ല. ഇപ്പൊ വീണ്ടും അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ല. എന്തായാലും മാധു, ഈ കറണ്ട് പോകുമെന്ന് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നേരത്തെ തന്നെ ഇലക്ട്രിക്കൽ സെക്ഷൻ കാഞ്ചാർ എന്നൊക്കെ പറഞ്ഞ് എമർജൻസി കോൺടാക്ട് നമ്പറൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറണ്ട് പോയാൽ അപ്പം തന്നെ വിളിച്ച് കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാൻ സാധിക്കും. 2 തവണ വന്ന് പ്രശ്നം പരിഹരിച്ചു പോയതാണ്. ഇപ്പോൾ വീണ്ടും കറണ്ടില്ലാത്ത സമയമാണ്. സമയം 5:45 ആവുകയാണ്. വോട്ടർമാർ ഇനിയും എത്താനുണ്ട്. വരുന്ന വോട്ടർമാർ കയ്യിൽ ഫോണായിട്ട് വരണം എന്നുള്ളതാണ് വള്ളക്കടവിലെ ഈ ബൂത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൃത്യമായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. എന്തായാലും പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് പറയുന്നു. അപ്പോഴും 15 മിനിറ്റ് മാത്രമാണ്, ഇനി വെറും 15 മിനിറ്റ് മാത്രമാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ ബാക്കി നിൽക്കുകയുള്ളത്. അപ്പോഴാണ് ഈ ഒരു പോളിംഗ് ബൂത്തിൽ 2 പോളിംഗ് ബൂത്തിൽ കറണ്ട് ഇല്ലാത്ത സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. നിരാശാജനകമായ സാഹചര്യം തന്നെയാണ്, കഷ്ടം തന്നെയാണെന്ന് പറയാം. വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യം. ഏതായാലും ഇരുട്ടത്തിരുന്നാണ് പലരും അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.